കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മാമിയുടെ തിരോധാനത്തിൽ ആക്ഷൻ കമ്മിറ്റി ഇന്ന് ക്രൈംബ്രാഞ്ചിന് പുതിയ പരാതി കൈമാറും. ലോക്കൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലെ പോരായ്മകളും വീഴ്ചകളും ചൂണ്ടിക്കാട്ടിയാണ് പരാതി. ഇന്നലെ ആക്ഷൻ കമ്മിറ്റി കോഴിക്കോട് റേഞ്ച് IG പ്രകാശിനെ നേരിൽ കണ്ട് മുൻ അന്വേഷണത്തിലെ വീഴ്ചകൾ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് രേഖാമൂലം പരാതി നൽകുന്നത്. മാമിയുടെ തിരോധാനത്തിൽ അന്വേഷണം ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ച് സംഘം ഇന്ന് ആദ്യഘട്ട അന്വേഷണം വിലയിരുത്തും. സിനോജ് തോമസ് നൽകും വിശദാംശങ്ങൾ. സിനോജ്, ഗുഡ് മോർണിംഗ്. മാമി തിരോധാന കേസിൽ ADGPയുടെ പങ്ക്, MR അജിത് കുമാറിന്റെ പങ്ക് ആരോപണം ഉന്നയിച്ചിട്ട് PV അൻവർ MLA വാർത്താസമ്മേളനം നടത്തിയതിന് പിന്നാലെ കേസ് CBIക്ക് കൊടുക്കാമെന്ന് SP DGPക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. പക്ഷേ ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറുകയായിരുന്നു. ഇപ്പോൾ അന്വേഷണ സംഘം മൊഴിയെടുപ്പും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ആദ്യഘട്ട അന്വേഷണം, അതായത് ഈ ക്രൈംബ്രാഞ്ച് സംഘം ഇന്ന് ആദ്യഘട്ട അന്വേഷണം വിലയിരുത്തും. ഒപ്പം ഈ ഒരു പരാതി കൂടി പോകുന്നു, അതായത് മുൻ അന്വേഷണത്തിലെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ച് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അതിൽ വ്യക്തമാക്കുക? ഗുഡ് മോർണിംഗ് ശ്രുതി തുളസി. അതായത് 2 ദിവസം മുൻപാണ് ഈ മാമി തിരോധാന കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നത്. ഇന്നലെ മുതൽ തന്നെ അന്വേഷണ സംഘം മൊഴിയെടുത്തു തുടങ്ങിയിരിക്കുന്നു. ഇന്നലെ മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയുടെ മകളുടെ മൊഴി രേഖപ്പെടുത്തി, ഭാര്യയുടെ അടുത്തുനിന്ന് വിവരങ്ങൾ തേടുകയും ചെയ്തിരിക്കുന്നു. ഇനിയും നിരവധി മൊഴികൾ രേഖപ്പെടുത്താനുണ്ട്. കാരണം കോഴിക്കോട് നഗരത്തിലെ പ്രമുഖ റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയായിരുന്നു മാമി. നിരവധി സൗഹൃദ ബന്ധങ്ങളുണ്ട്, വ്യാപാര ബന്ധങ്ങളുണ്ട്. ലോക്കൽ പോലീസ് തന്നെ അന്വേഷണം എങ്ങും എത്തിയില്ലെങ്കിലും 150-ലേറെ ആളുകളുടെ മൊഴിയാണ് അന്ന് ലോക്കൽ പോലീസ് രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ആ വഴികളിലൂടെ ഈ അന്വേഷണ സംഘം പോകും. ഒപ്പം തന്നെ ഇന്ന് ഈ ആക്ഷൻ കമ്മിറ്റി മാമയെ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘത്തിന് പരാതി നൽകുന്നുണ്ട്. ഇന്നലെ അന്വേഷണ സംഘവുമായി ഈ ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹികളും കുടുംബാംഗങ്ങളും ചർച്ച നടത്തിയിരുന്നു. അതായത് ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ വീഴ്ചകളുണ്ടെന്ന് തുടക്കം മുതൽ തന്നെ കുടുംബാംഗങ്ങളും ആക്ഷൻ കമ്മിറ്റിയും ആരോപിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ വീഴ്ചകൾ കൂടി പരിശോധിക്കണം, അവർ ആവശ്യപ്പെടുന്ന വഴികളിൽ കൂടി അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പരാതി നൽകാൻ വേണ്ടി പോകുന്നത്. കാരണം കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് മാമിയെ കാണാതാവുന്നത്. 1 വർഷം കഴിഞ്ഞിട്ടും മാമിയെ കണ്ടെത്താൻ വേണ്ടി ലോക്കൽ പോലീസിന് സാധിച്ചില്ല. ആ ഘട്ടത്തിലാണ് കുടുംബാംഗങ്ങൾ ആഭ്യന്തര വകുപ്പിന് പരാതി നൽകുന്നത്. ഈ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകുന്നു. പക്ഷേ ADGP MR അജിത് കുമാർ ക്രൈംബ്രാഞ്ചിന് നൽകാതെ മലപ്പുറം SPയെ പ്രത്യേക അന്വേഷണ ഉദ്യോഗസ്ഥനായി നിയമിച്ചുകൊണ്ട് കോഴിക്കോട് നഗരത്തിലെ ഒരു കേസിന് വേണ്ടി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയായിരുന്നു. ആ അന്വേഷണം എങ്ങും എത്തിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വിവാദമായ സാഹചര്യത്തിൽ PV അൻവർ വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നതിന് പിന്നാലെ തന്നെ ഒരു കുടുംബാംഗം ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇത് CBIക്ക് കൈമാറണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതി സമീപിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് പെട്ടെന്ന് തന്നെ ആഭ്യന്തര വകുപ്പ് ഇത് ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറുകയും അന്വേഷണവുമായി മുന്നോട്ട് നീങ്ങുകയും ചെയ്തിരിക്കുന്നത്. പ്രധാനമായും മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചും ഒപ്പം തന്നെ CCTV കേന്ദ്രീകരിച്ചുമാണ് അന്വേഷണം മുന്നോട്ട് നീങ്ങുന്നത്. ഇതുവരെ മാമി എവിടെ എന്നൊരു ചോദ്യത്തിന് ഒരു തെളിവിലേക്ക് അന്വേഷണ സംഘത്തിന് എത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. പല അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട് ബിസിനസ്സുമായി ബന്ധപ്പെട്ട്. ആ മേഖലയിലൊക്കെ തന്നെ പരിശോധന നടത്തണമെന്നാണ് കുടുംബാംഗങ്ങളുടെയും ഒപ്പം തന്നെ ഈ ആക്ഷൻ കമ്മിറ്റി കൂടി നൽകേണ്ടതുണ്ട്.